നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ നമസ്തേ വേദപദേ നമസ്തേ. എല്ലാവർക്കും രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. 20ാമത്തെ എപ്പിസോഡാണ്. സമ്പാദ്യവാക്യം എന്നാണ് ഈ എപ്പിസോഡിന്റെ പേര്. സീത എവിടെയാണ് പോയത് എന്ന് ഈ വാനരന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് സമ്പാദ്യമാണ്. ഏത് ദിശയിലേക്കാണ് സീതയെ കൊണ്ടുപോയതെന്നും അദ്ദേഹം മനനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയായിരിക്കാം സീത, ഇപ്പോൾ എന്താണ് സീത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ഏകദേശം ആ രൂപം അദ്ദേഹം കൊടുത്തുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു കാണും അല്ലെ. അതിനെ കുറിച്ചൊന്ന് വിശകലനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സീത എവിടെയാണെന്നുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നത് ഇവിടെ സമ്പാദിയാണ്. ഈ മാർഗം ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദി ആരാണ്? സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. അദ്ദേഹം സമ്പാദിച്ച അറിവ് തന്നെയാണ് കഴിവ്. അതിൽ വരുന്നുണ്ട് സമ്പാദിയുടെ ജ്ഞാനം എന്ന് പറയുന്നത് മഹാജ്ഞാനം തന്നെയാണ്. ഈ മാർഗം ഉപദേശത്തിനൊപ്പം തന്നെ സമ്പാദി വാക്യം എന്നൊരു ഭാഗം കൂടി അതിനകത്തുണ്ട്. അതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ മനുഷ്യർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതായ കാര്യങ്ങളാണ്. എന്താണ് ഈ ദേഹം? ഈ ദേഹം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? ഈ ദേഹം മൂലം ദുഃഖമുണ്ടാകുന്നു. ഈ ദേഹത്തിന് കാരണം കർമ്മസംഭവമാണ്. അതുപോലെ നമ്മുടെ ഈ ദേഹത്തിലുള്ള അഹംബുദ്ധി ആണ് നമ്മെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. വിദ്യയാകുന്ന അവിദ്യ, അത് അഹങ്കാരത്തിലൂടെ നമ്മെ പലതരം ദുഷ്ടകർമ്മങ്ങളിലൂടെ നയിക്കുന്നു. ഇങ്ങനെ വളരെയധികം മനനവിധേയമാക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് സമ്പാദി പറയുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ദേഹനിമിത്തമുണ്ടായ മോഹത്തിൽ നിന്ന് രക്ഷ നേടി ആത്മജ്ഞാനിയായി ജീവിക്കുന്നതിന് എല്ലാവരും പരിശ്രമിക്കണം എന്ന കാര്യമാണ് സമ്പാദി ഉപദേശിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരമായിട്ട് ഒരു മനുഷ്യൻ അവൻ്റെ ആ ജന്മം തുടങ്ങുന്നത് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ബിന്ദുവായി പിറന്ന് ഓരോ മാസവും പിന്നിട്ട് ഒരു ശിശുവായി ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ സംഭവത്തെ പോലും ഓരോ വരികളിലും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. നമുക്കത് മുഴുവനോടെ പറയാൻ സമയമില്ല. അപ്പം അങ്ങനെ ഇത്രമാത്രം ജ്ഞാനം സമാർജിച്ചിട്ടുള്ള ഒരു കഥാപാത്രം രാമായണത്തിനുണ്ടോ സംശയമാണ്. സമ്പാദി എന്ന് പറഞ്ഞാൽ ശരിക്കും അറിവിനെ സമ്പാദിച്ചാണെന്ന് വേണ്ടി പറയാം. പരമായിട്ടുള്ള ജ്ഞാനം, ഈ സമ്പൂർണ്ണ വേദജ്ഞാനത്തെ പൂർണ്ണമായിട്ടും അദ്ദേഹം മേധയിൽ ധരിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ യാത്രാവേളയില് അതെ യാത്രാവേളയിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനെന്നാണ് സമ്പാദി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്തിനാ പറയണത്? ഇപ്പൊ ഒരു പൊട്ടായിട്ട് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ കർമ്മഫലം കൊണ്ട് വീഴുകയാണ്. കർമ്മഫലം കൊണ്ട് നാം അവിടെ വീണ് ആ ശരീരം ധരിച്ച് ഓരോ മാസവും ഓരോരോ രൂപഭേദങ്ങളോടെ നാം ഒരു പൂർണ്ണതയുള്ള മനുഷ്യ ശിശുവായിട്ട് ഇവിടെ പിറന്നു വീഴുകയാണ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന്റെ പ്രസക്തി എന്താണ്? ഈ സീതാന്വേഷണത്തിന് പോകുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തോട് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അപ്പൊ മനുഷ്യനെപ്പോഴും കർമ്മഫലത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ സമ്പാദി ഉൾപ്പെടെയുള്ള ജഡായു ഉൾപ്പെടെയുള്ളവരെല്ലാവരും അവരുടെ കർമ്മവും കർമ്മഫലവും അനുഭവിക്കുന്നവരാണ്. കഥ പറഞ്ഞല്ലോ രണ്ടുപേരും. അപ്പൊ അങ്ങനെ ആ കർമ്മഫല സിദ്ധാന്തം, ആ കർമ്മഫലത്തിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അവിടെ സമ്പാദി ആവിഷ്കരിക്കുകയാണ്. അപ്പൊ നാം ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലും നമ്മളവിടെ നമ്മുടെ ആ ഹൃദയത്തിൽ ആ ഗായത്രി മന്ത്രമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പുക്കാക്കുടി എന്ന് പറയുന്നത് പോലും ഒരു യജ്ഞോപീതമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്, ഒരു പൂണൂലായിട്ടാണ്. അപ്പൊ അന്നും നമ്മൾ ജ്ഞാനം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയിലൂടെ നമ്മൾ ജ്ഞാനം ആർജിക്കുകയാണ്. അപ്പൊ അവിടെ ആ ഗർഭത്തിൽ കിടക്കുന്നത് പോലും ഭർഗമായിട്ടാണ്, തേജസ്സായിട്ടാണ്.
അല്ലേ? ഭർഗോ ദേവസ്യ ധീമഹി ഗർഭേതി ഭർഗേതി ഗർഭ. അപ്പൊ ആ ഒരു തേജസ്സിനെ, ആ പരമാത്മ തേജസ്സിനെ അപ്പോഴും നമ്മൾ നമ്മുടെ ധ്യാനത്തിൽ കൊണ്ടുവരികയാണെന്ന് ആ സമയത്ത് പോലും. ഇതെല്ലാം കർമ്മഫലത്തിന്റെ ഭാഗമാണ്. അപ്പൊ കർമ്മഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ നമുക്കുണ്ടാവുന്നതായ പല കഷ്ടനഷ്ടങ്ങൾക്കും കാരണം സഞ്ചിതവും പ്രാരബ്ധവുമായ കർമ്മങ്ങളാണ്. ആ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജീവിതം എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു ഭാഗം വളരെ വിശദമായിട്ട് സമ്പാദി പറയുന്നത്. വേറെ ഒന്നുമല്ല. ഇത് മനസ്സിലാക്കണം. നമ്മുടെ യാത്രയിൽ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം ഒരിക്കലും തളരാതെ മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നാം അനുഭവിച്ചത് സഞ്ചിതവും പ്രാരബ്ധവുമായിട്ടുള്ള ആ കർമ്മഫലങ്ങൾ എപ്രകാരമാണോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഏക ആശ്രയം ശ്രീരാമപാദങ്ങളാണെന്ന് കൂടെ അത് വരുന്നുണ്ട്. ആ രാമനെ കാണാനാണ് നോക്കിയിരിക്കുന്നത്. ആ രാമനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മഫലം ഏതാണ്ട് തീർന്ന മട്ടാണ് അങ്ങനെ വരുന്നത്. ഇത് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും ഈ ഒരു സിദ്ധാന്തത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് സമ്പാദി വാക്യത്തിലൂടെ. സമ്പാദി വാക്യം എന്നാ പറയുന്നത്. വാക്യം എന്ന് പറയുമ്പോൾ തന്നെ മഹാവാക്യമാണ്. സമ്പാദിയുടെ വാക്യം മഹാവാക്യമാണ്. ഇത് എല്ലാ ജീവരാശികളിലും, പ്രത്യേകിച്ച് മനുഷ്യവർഗം തീർച്ചയായിട്ടും ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്നതായ പല കഷ്ടനഷ്ടങ്ങൾക്കും കാരണം വിധിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം നാമം ജീവിച്ചിട്ട് ഒരു ഗുണവും എനിക്ക് ലഭിച്ചില്ല എന്നൊക്കെ സ്വയം പഴിപറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ദേഹം തന്നെയാണ് കർമ്മം. നാം ദേഹം ധരിച്ച അന്ന് മുതൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ചെയ്യാനുള്ള അധികാരവും അതോടൊപ്പം തന്നെ കർമ്മഫലം അനുഭവിക്കാനുള്ള അധികാരവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ അധികാരത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നമ്മളൊരിക്കലും അതിൽ ആരെയും കണ്ട് അസൂയപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ അഹങ്കരിക്കേണ്ടതില്ല. അപ്പോൾ അഹങ്കാരമാണ് ഈ ദുഃഖത്തിന് കാരണമെന്നർത്ഥം. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന ആ മഹാപ്രഭു എല്ലാവരിലേക്കും ചെല്ലുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവരിലേക്കും. സൂര്യവംശത്തിന്റെ ആ സമ്പൂർണ്ണ ഐശ്വര്യത്തിൽ വിരാജിക്കുന്ന ശ്രീരാമൻ എല്ലാവരിലേക്കും, സമ്പാദി ഉൾപ്പെടെയുള്ള ആ സമാജത്തിന്റെ എല്ലാ വിഭാഗത്തിലുള്ളവരിലേക്കും ഇറങ്ങിച്ചെന്ന് അദ്ദേഹം അവരെ നമസ്കരിക്കുകയാണ്. അതാണ് രാമന്റെ ആ മഹിമാതിരേകം എന്ന് പറയുന്നത്. ഈ രാമനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. രാമായണം വായിക്കുമ്പോൾ രാമൻ കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. അയോധ്യരാമനായാലും ആത്മാരാമനായാലും ഏത് സങ്കല്പത്തിൽ രാമനെ നമ്മൾ വ്യാഖ്യാനിച്ചാലും രാമൻ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ എത്രയെത്ര പുണ്യാത്മാക്കളെയാണ് കാണുന്നത്. സമ്പാദി വരെ നമ്മൾ കണ്ടു. അവരൊക്കെ ആരാ? ഇതൊക്കെ മനുഷ്യർ തന്നെയാണ്. നമ്മളതിനെ വേറെ രീതിയിൽ കാണുന്നു മാത്രമേ ഉള്ളൂ. അവരൊക്കെ അധികാരമുള്ള രാജാക്കന്മാർ തന്നെയായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഈ രാക്ഷസ പ്രഭുത്വത്തെ ഇല്ലാതാക്കുകയും ഈ സാർവഭൗമനായ ശ്രീരാമചന്ദ്രന്റെ സാമ്രാജ്യം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓരോ അവസരത്തിലും ഇതുപോലുള്ള പുണ്യാത്മാക്കളെ അവിടെ അവതരിപ്പിക്കുന്നത്. ഈ ധർമ്മസമരത്തിൽ അവരെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. അതാണ് ധർമ്മസമരം എന്ന് പറയുന്നത്. ആ ധർമ്മസമരത്തിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുള്ളൂ. അത് രാമൻ തിരഞ്ഞെടുത്ത ആ ഉദാത്ത മാർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എപ്പോഴും ഈ രീതിയിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. വളരെ വ്യത്യസ്തമായ വ്യക്തികൾ, ഇതിപ്പോൾ പക്ഷിയാകട്ടെ, മൃഗമാവട്ടെ, അല്ലെങ്കിൽ വനരാവട്ടെ, മനുഷ്യരാവട്ടെ, ഋഷികളാവട്ടെ, ദാനവരാവട്ടെ, എല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി ചേർത്തുകൊണ്ടാണ് രാമൻ ഒരു രാജാവെന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ലെ? അതെ. നമ്മളിവിടെ വേറെ കാര്യം കൂടെ ഉണ്ട്. രാമായണം എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവം കൂടിയാണ്. അപ്പൊ നമ്മളൊക്കെ പൊതുവെ പറയുമ്പോൾ, ഭക്തിമാർഗത്തിൽ പറയുമ്പോൾ വാനരൻ പക്ഷി എന്ന് പറയുമെങ്കിലും ഇവരൊക്കെ മനുഷ്യർ തന്നെയാണ്. ഇപ്പോ നമ്മുടെ ഹനുമാൻ വ്യാകരണം സംസാരിച്ച് തന്നെ ഇല്ല ഒരു അപശബ്ദം എന്ന് പറയുന്നത് ഒരു രാജാക്കന്മാർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ആ വംശമാണത്. ഓരോ വംശങ്ങളാണ്. വാനരവംശം, യാദവംശം എന്നൊക്കെ പറയുന്നത് പോലെ ഇതെല്ലാം ഓരോ വംശത്തിന്റെ പ്രതിനിധികളാണ് അവർ. അല്ലാതെ നമ്മൾ കേവലം പറയുന്ന രീതിയിൽ ഈ ഒരു മൃഗം എന്നുള്ള അർത്ഥത്തിലല്ല പറയേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയാവില്ല. ഇവർക്കൊക്കെ അവരുടേതായ റോളുണ്ട് ആ കാലഘട്ടത്തിൽ. അത് അന്നും ഇന്നും ശരിയാണ്. ഈ മാനവവർഗം ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള എല്ലാ സമരങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് രാമനറിയാം. രാമൻ അതുപോലെയാണ്. രാമൻ മര്യാദ പുരുഷോത്തമനും രാമോ വിഗ്രഹവാൻ ധർമ്മ, അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ രാമന്റെ യാത്രയാണ് നമ്മുടെ യാത്ര. രാമന്റെ പാതയാണ് നമ്മുടെ പാത. അതാണ് രാമായണം. കിഷ്കിന്ധാകാന്ഡം ഇവിടെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് സമ്പാദി വാക്യത്തിലൂടെയാണ്. അതിൽ നിന്നും
നമ്മൾ മനസ്സിലാക്കേണ്ട ഒട്ടനവധി സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാനാണ് നമ്മൾ രാമായണ പാരായണം ചെയ്യേണ്ടത്. ഇനി അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ നാളെ വീണ്ടും വരും. എല്ലാവർക്കും രാമനാമത്തിൽ നമസ്കാരം.